ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ മൊത്തത്തിൽ ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ്. കോമഡി പീസ് എന്ന് പറഞ്ഞാൽ പക്ക കോമാളിയായി മാറിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഞാൻ അത് ചെയ്തു, ആ രാജ്യത്തെ ഞാൻ മുട്ടുകുത്തിച്ചു, ആ രാജ്യം ഞങ്ങളുമായി കരാറിൽ ഏർപ്പെടാൻ റെഡിയാണ്. ആ രാജ്യം അപ്പൊ ചോദിച്ചു, ഇതൊക്കെ എപ്പം നടന്നടേ എന്നാണ് ആ രാജ്യം തിരിച്ചു ചോദിക്കുന്നത്. കാരണം പുള്ളിക്കറിയാവുന്ന കാര്യങ്ങൾ ലോകത്തിനറിയില്ല, ലോകത്തിനറിയാവുന്ന കാര്യങ്ങൾ പുള്ളിക്കറിയില്ല. ഇതാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാറിന് സമ്പൂർണ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ 35% തീരുവ ഞങ്ങൾ അടിച്ചു തരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പൊ നിലവിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അളിയൻ കയറിയിട്ട് ഇപ്പൊ 100 ദിവസം ആവാൻ പോവുകയാണ്. 100 ദിന കർമ്മ പരിപാടികളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് മുമ്പിൽ അളിയൻ വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം, എല്ലാ പ്രഖ്യാപനവും പാളിപ്പോയി. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു, യുദ്ധം നിർത്തിയില്ല. റഷ്യ ആണെങ്കിൽ ഇപ്പൊ പോളണ്ടിനെയും ജർമ്മനിയും എല്ലാം ആക്രമിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു, അത് നിർത്താനായിട്ട് പറ്റിയില്ല. പോരാത്തതിന് ഇസ്രായേൽ ഇറാനുമായിട്ട് അടി തുടങ്ങി. 2 യുദ്ധം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ 3-4 യുദ്ധങ്ങളാണ് പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ വന്നു കയറി. അപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ ഇയാൾ പറഞ്ഞത്, ഇയാളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്, ഞാൻ ഇതെല്ലാം നിർത്തും എന്ന് പറഞ്ഞാണ് കയറിയത്. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. നാണം കെട്ട് നാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇനിയിപ്പോ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് മറ്റേ ദശമൂലം ദാമുവിനെ പോലെ മറ്റേ 2 ദശമൂലാരിഷ്ടം 2 ഔൺസ് ദശമൂലാരിഷ്ടം കഴിച്ച് ലോക രാജ്യങ്ങളിലേക്കൊക്കെ ചെന്നിട്ട് എല്ലാ രാജ്യങ്ങൾക്കും നിനക്ക് 30% തീരുവ, നിനക്ക് 50% തീരുവ എന്ന് പറഞ്ഞൊക്കെ തീരുവ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ അടുത്ത് വന്നു, ഇന്ത്യക്ക് 35% തീരുവ അടിച്ചു തരും. അപ്പൊ ഇന്ത്യ ചോദിച്ചു, എന്തിനാണ് ഞങ്ങളുമായിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള 100% ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വ്യാപാര കരാർ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ചോദിച്ചു, എന്തിനാണ് ഈ വ്യാപാര കരാർ? അത് ഞങ്ങളുടെ സാധനങ്ങൾ ഇവിടെ ഇറക്കും, അതിന് നിങ്ങൾ തീരുവ ചുമത്താൻ പാടില്ല. അപ്പൊ ഞങ്ങളുടെ സാധനങ്ങൾക്കോ, അതിന് ഞങ്ങൾ ചുമത്തും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഒരു വ്യാപാര കരാർ സംഭവിക്കണമെങ്കിൽ 2 രാജ്യങ്ങൾക്കും ഗുണം ഉണ്ടായിരിക്കണം. ആ 2 രാജ്യങ്ങൾക്കും ദോഷം ഉണ്ടായാൽ വ്യാപാര കരാർ സംഭവിക്കില്ല. ഒരു രാജ്യത്തിന് ഗുണവും ഒരു രാജ്യത്തിന് ദോഷം ഉണ്ടായാലും വ്യാപാര കരാർ സംഭവിക്കില്ല. ഇന്ത്യ കൃത്യമായിട്ട് വാഷിംഗ്ടണിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു, ആള് തിരിച്ചു വന്നു. ഇപ്പൊ 100 ദിന കർമ്മ പരിപാടിയായി. 200 കരാർ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. 3 എണ്ണമാണ് കൊണ്ടുവന്നത്. 3 എണ്ണം. അതിൽ ഒരു കരാർ മാത്രമാണ് സമ്പൂർണ്ണമായിട്ട് ഒരു രാജ്യമായിട്ട് ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ട് നാറി നിൽക്കുകയാണ്. ഇനിയിപ്പോ ഈ 200 രാജ്യങ്ങളെ ഈ കരാർ കോപ്പപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യവുമായിട്ട് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലിയർ ആവും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ കാല് പിടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ മറ്റേ അന്യൻ സിനിമയിലുള്ളതുപോലെ അന്യൻ പ്രമോ അമ്പി മാറി മാറി വരുന്നത് പോലെ അപ്പുറത്ത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂടെ സഹകരിക്കുന്നവർക്ക് ഞാൻ ഇത്ര തീരുവ ഇടും, ഇന്ത്യയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പരോക്ഷമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് വന്നിട്ട് ഇന്ത്യയുടെ കാല് പിടിക്കുന്നുണ്ട്. കരാർ ഇടണം, കരാർ ഒപ്പിടണം, കരാർ തരണം, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇപ്പോ 35% നിന്ന് 20% താരിഫ് ഞാനിടും. 35 ഞാൻ ഇടുന്നില്ല, 20% മാത്രമേ ഞാനിടൂ എന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഇനി മാറ്റി പറയുമോന്ന് അറിയില്ല. കാരണം ഇയാളുടെ സ്വഭാവം അറിയാലോ. നമ്മളിപ്പോ പറഞ്ഞത് വാർത്ത അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇയാൾ വേറെ എന്തെങ്കിലും പ്രസ്താവനയായിട്ട് രംഗത്തെത്തും. എന്തായാലും ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ കാല് പിടിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ട് ഇയാൾക്ക് കരാർ ഒപ്പിട്ടാൽ മാത്രമേ ഇനി ഇയാൾക്ക് അവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ ഒരു പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കൂ, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ത്യ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഒരു കാര്യം ചെയ്യാം, ഒരു മിനി കരാർ ഒപ്പിടാം. മിനി കരാർ പോരാ, ഞങ്ങൾക്ക് നല്ല കരാർ തന്നെ വേണം. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ചർച്ച ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ സമവായത്തിൽ എത്താതെ പോയ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതിന്മേൽ നമുക്കൊന്നുകൂടെ ചർച്ചയാവാന്ന് പറഞ്ഞ് വാഷിംഗ്ടണിലേക്ക് വീണ്ടും ഇന്ത്യയുടെ ഒരു ദയാ മനസ്കത കൊണ്ട് ഒരു സംഘത്തെ ഒന്നുകൂടെ അയച്ചിട്ടുണ്ട്. നമുക്ക് അധിക പണ ചെലവാണ്, പിന്നെ പോട്ട് പുലി മാറണം തലേന്ന് ഒഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു വാഷിംഗ്ടണിലോട്ട് ഒരു സംഘത്തെ കൂടെ നമ്മൾ രണ്ടാമതും അയച്ചിരിക്കുകയാണ്. ഇത്തവണയെങ്കിലും ഈ കരാറിൽ ആ പാവത്തിന് ഇന്ത്യ ഈ കരാറിന് ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കും. എന്താ തോന്നുന്നത്? അല്ല, ട്രംപിന്റെ ഒരു പ്രധാന പ്രശ്നം നേരത്തെ പറഞ്ഞ കണക്ക് 100 ദിനം എത്തുകയാണ്. അപ്പൊ ഈ 100 ദിനത്തിന്റെ ഒരു പ്രോഗ്രസ് കാർഡ് കൊടുക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പൊ അമേരിക്കയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ പോയി ട്രംപ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിൽ അധികാരത്തിൽ കയറിയിട്ട് 100 ദിന പരിപാടികൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. തിരുവാതിര, ഒപ്പന, പിന്നെ ഒരു വലിയ ബസ് പിടിച്ചിട്ടുള്ള നെട്ടോട്ടം, ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളിലൂടെയാണ് ഇവിടെ നമ്മൾ 100 ദിനം തികയ്ക്കുന്നത്. കുറെ പ്രൊജക്ടുകൾ പ്രഖ്യാപിക്കും. കെ റെയിൽ, കെ വിമാനം, കെ റോക്കറ്റ്, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇതൊക്കെ വേണമെങ്കിൽ ട്രംപിന് ഇപ്പൊ അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട്, കെ സ്റ്റോർ, ഇതൊക്കെ ഇപ്പൊ അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട് എളുപ്പമാണ് കാര്യം. ഇവിടെ വരെ വന്ന് ചെലവഴിക്കേണ്ട, കണ്ടു നേരെ സംസാരിച്ച. ശരിക്കും ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളൊന്നും, അതായത് അദ്ദേഹം ഈ ഇലക്ഷന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ വ്യാപാര കരാറുകളായിരുന്നു. വ്യാപാര കരാറും താരിഫും. അദ്ദേഹം പറഞ്ഞ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപം മുമ്പോട്ട് പോകുന്നത്. കാരണം നമുക്ക് വലിയൊരു തുക ഇവിടുത്തെ ജനങ്ങൾ
ഇൻഷുറൻസിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, അവരുടെ ആരോഗ്യരംഗത്തിന് വേണ്ടി വരുന്നുണ്ട്. നമുക്ക് അതനുസരിച്ചുള്ള വരവില്ല, അതുകൊണ്ട് വരവ് കൂട്ടണം, താരിഫ് നമുക്ക് ഉയർത്തിയേ പറ്റൂ, വ്യാപാര കരാർ വേണം. അതൊക്കെ ഞാനിപ്പോൾ നിമിഷ നേരം കൊണ്ട് ചെയ്യും. 100 ദിനം കഴിയുമ്പോൾ ഞാൻ എന്റെ പ്രോഗ്രസ് കാർഡുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇതെല്ലാം അതിലുണ്ടാകും. 200 രാജ്യങ്ങളുമായിട്ട് ഞാൻ വ്യാപാര ബന്ധങ്ങൾ, കരാറുകൾ, സമ്പൂർണ്ണ കരാർ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും പുകിലുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആകെ ഉണ്ടായ 3 കരാർ. അതിൽ UK, ബ്രിട്ടനുമായിട്ടുള്ള കരാർ എന്താണ്? ഒരു ഭാഗികമായ ഒരു ചെറിയ കരാറാണ് ബ്രിട്ടൻ. പിന്നെ ചൈനയുമായിട്ടൊരു കരാറുണ്ട്, ഒരു കുഞ്ഞു കരാറാണ്, ഭാഗികമായിട്ടൊരു ചെറിയ കരാർ. വിയറ്റ്നാമായിട്ട് ഫുൾ കരാർ വെച്ചു. കാരണം വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം ഏറ്റവും വലിയ കോളടിച്ചിരിക്കുന്നത് വിയറ്റ്നാമാണ്. കാരണം ചൈനയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിൽ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് കയറാതെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് കയറിപ്പോകുന്ന ഒരു സ്ഥലം ഇപ്പൊ വിയറ്റ്നാമായി മാറിയിരിക്കുന്നു. അത് ഈ അടുത്ത് വേറൊരു പ്രശ്നം നിന്നു. ചൈന ഇപ്പൊ അവരുടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വിയറ്റ്നാമിൽ തട്ടിയിട്ട് അവിടുന്ന് കയറ്റിവിടുന്നുണ്ട് ചൈനയുടേത്. അതിന് ട്രംപ് പറഞ്ഞു ഇനി അങ്ങനെ ചെയ്ത് ഞങ്ങൾ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വിയറ്റ്നാമിനെ സംബന്ധിച്ച് അതില്ല. ഇനി പാകിസ്ഥാനുമായിട്ടൊരു ചെറിയ കരാർ ഒപ്പിടാൻ പോകുന്നു, ഒരു ചെറിയ പിന്നെ ആയുധ ഇതിന്റെ ഒരു ഒരെണ്ണം പോകുന്നു. പിന്നെ ഇതെല്ലാം മറികടക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്ത്യയെ പോലെ ഒരു വലിയ വിപണിയുള്ള ഒരു രാജ്യവുമായിട്ട് ഒരു സമ്പൂർണ്ണ കരാറിലെത്തിയാൽ ട്രംപ് വിജയിച്ചു. കാരണം ഈ 100 ദിനത്തിലെ ഡാമേജ് പുള്ളിക്ക് മാറ്റാൻ കഴിയും. യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു യുദ്ധം തീർക്കാൻ പോയവൻ ഒരു പേരെടുക്കാൻ പോയവൻ 2 അങ്ങനെ ഒരു പഴഞ്ചലുണ്ടല്ലോ, അതുപോലെ കണക്ക് ഇരട്ട വെറ്റു എന്ന് കേട്ടതുപോലത്തെയാണ് അവസ്ഥ. ഒരു യുദ്ധം തീർക്കാനാണ് പോയത്, ഗസ യിലുള്ള നടക്കുന്ന ആ ഒരു വാർ നിർത്താൻ പോയി, അത് അവസാനം ഇറാനിൽ കയറി അടി തുടങ്ങി. പിന്നെ റഷ്യ ഉക്രൈൻ വാർ നിർത്തി പോളണ്ട്, ജർമ്മനി, അങ്ങനെ അനവധി രാജ്യങ്ങളിലേക്ക് അത് കയറാൻ തുടങ്ങി. അങ്ങനെ അനവധി കാര്യങ്ങളിലേക്ക് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ നമ്മള് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ യാതൊരു സാധ്യതയുമില്ല സമ്പൂർണ്ണ കരാറിലേക്ക് പോകാൻ. ഇതൊരു കരാറായിരിക്കും എന്ന് ഇന്ത്യ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം കരാറിലേക്ക് ഇനി നമ്മുടെ രാജ്യം ഒരു രാജ്യവുമായിട്ട് പോകില്ല. ഇപ്പൊ നമ്മൾ UK വെച്ചിരിക്കുന്നത് ഫ്രീ ട്രേഡിംഗ് എഗ്രിമെന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഫ്രീ ട്രേഡിംഗ് എഗ്രിമെന്റ് ആണ്. അതിൽ നമ്മൾ അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന 85 ഉൽപ്പന്നങ്ങൾക്കും ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന 95% വസ്തുക്കൾക്കും ടാക്സ് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ട്രംപ് സമ്മതിക്കുമോ? ഇല്ല. ട്രംപിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറക്കുന്നതിന് ടാക്സ് നിങ്ങൾ വെക്കരുത്, ഞങ്ങൾ ഇവിടുന്ന് ഇറക്കുന്നതിന് ഞങ്ങൾക്ക് തോന്നി കണക്ക് ടാക്സ് വെക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? കേൾക്കില്ല. അപ്പം ഈ സമ്പൂർണ്ണമായ കരാർ ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്ക പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജെറ്റ് ഫ്ലൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ നമുക്ക് അവിടുന്ന് സ്പെയർ പാർട്സുകൾ ആവശ്യകതയുണ്ട്, വിമാനത്തിന്റെ എഞ്ചിനുകൾ ആവശ്യകതയുണ്ട്. പക്ഷെ ഇപ്പൊ UK നമ്മളിങ്ങനെ ഒരു കരാറിലേക്ക് വരുമ്പോൾ UK-യിലും ഏറ്റവും മികച്ച ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന അനവധി കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ ട്രംപ് പറയുന്നതിനൊക്കെ അവരുടെ പാലുൽപ്പന്നങ്ങൾ മുഴുവൻ ഇന്ത്യയെ കൊണ്ട് വിറ്റഴിക്കാൻ കഴിയില്ല, അവരുടെ പച്ചക്കറി മുഴുവൻ ഇന്ത്യയെ കൊണ്ട് വിറ്റഴിക്കാൻ കഴിയില്ല. അത് നടക്കാത്തൊരു കേസാണ്. അവിടെ നമ്മൾ മാന്യമായി തന്നെയാണ് പറയുന്നത്. നമ്മുടെ രാജ്യം പറഞ്ഞത് എന്താണ്? പാല് രംഗത്ത്, ഈ പാല് ഉത്പാദക രംഗത്തായാലും വിതരണ രംഗത്തായാലും ഒക്കെ ഞങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങളുടെ ഒരു ചെറിയ ശതമാനം വിപണി തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. കാരണം അത് ആഗോള വ്യാപാര കരാറിന്റെ ഭാഗമായിട്ട് നമുക്കത് ചെയ്തേ പറ്റൂ, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്തേ പറ്റൂ, അത് നിയമം തന്നെയാണ്. അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ വിപണിയിലേക്ക് നിങ്ങൾക്കും വരാം, അവിടെ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചെറിയ ടാക്സിന്റെ ഇളവ് തരാം എന്ന് പറഞ്ഞു. അത് പോരാ, മുഴുവൻ വേണം. കാരണം ഈ നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഈ രാജ്യത്തെ ഈ പാലുൽപാദന രംഗത്ത് വലിയ വിപ്ലവം തന്നെ ഉണ്ടാക്കി നമ്മൾ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു കയറ്റുമതിയുടെ കാര്യത്തിൽ. അപ്പൊ അതിന് വിട്ടുകളയാൻ തയ്യാറാകത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം പച്ചക്കറിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത്, ട്രംപ് പറഞ്ഞത് സോയാബീൻ, ചോളം, ഇത് രണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്പാദനമുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ പറഞ്ഞാൽ അത് രണ്ടും നടക്കത്തില്ല. വേറെ നിങ്ങളുടെ ഈ ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികൾ നിങ്ങൾ ഇവിടെ വിതരണം ചെയ്തോ, ഞങ്ങൾക്ക് അതിന്റെ പേറ്റന്റും വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ. നമ്മുടെ രാജ്യത്ത് ഈ വലിയ ഉത്പാദനം ഇല്ലാത്ത സാധനങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് വെച്ച് അവർക്ക് പറയും. അതായത് ഒരു രാജ്യത്തിന് അംഗീകരിക്കും. പഴയ ഇന്ത്യ അല്ല ഇത്. പണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയോ ബ്രിട്ടനോ പറഞ്ഞു കഴിഞ്ഞാൽ ഏറാം മൂളിൽ നിന്നിട്ട് എന്തും നിങ്ങളിവിടെ കൊണ്ട് ഇറക്കിക്കുമെന്ന് പറയുന്ന ഇന്ത്യ അല്ല. നിലവിൽ UK-യുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡിംഗ് വെച്ച സ്ഥിതിക്ക് നമുക്ക് അമേരിക്ക അല്ലെങ്കിൽ പോലും അതിന് സമാനമായ രീതിയിലുള്ള സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന ഒരു രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന ഇത് ഈ യൂറോപ്യൻ യൂണിയൻ പെടുന്ന രാജ്യങ്ങൾ പോലും ഈ ട്രംപിന്റെ ഈ ചിറ്റമ്മ നയത്തിന് അല്ലെങ്കിൽ ഈ ധാർഷ്ട്യത്തിനും വഴങ്ങിയിട്ടില്ലെന്നുള്ളതാണ് കൗതുകം. അവിടെ അവർക്ക് 50% ടാക്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ കാറുകൾ, യൂറോപ്യൻ കൺട്രീസിൽ, ബാക്കിയുള്ള കൺട്രീസിൽ നിന്നൊക്കെയുള്ള കാറുകൾക്ക് 25% ടാക്സ്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിച്ചു തരും, ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ പോലും ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോഴെങ്ങനെയാണ് ഇന്ത്യ കണക്ക് ഒരു രാജ്യം കേൾക്കുന്നത്? അതുപോലെ തന്നെ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യത്തിനെ ഭയപ്പെടുത്തി, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ചൈന പറഞ്ഞതാണ് ശരി, ഇതിനകത്ത് ആർക്കും ലാഭമില്ല.
എല്ലാവർക്കും അല്പ സ്വല്പം നഷ്ടം വരും. പക്ഷെ ഈ നഷ്ടം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇവർ അടുത്ത വഴി നോക്കും ഓരോരുത്തരും. അങ്ങനെയാണല്ലോ. കാരണം ഈ ഉപരോധം വന്നിട്ട് ഏതെങ്കിലും രാജ്യം നശിച്ചു പോയിട്ടുണ്ടോ? നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഇറാൻ അങ്ങനെ സാമ്പത്തികമായി തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ മറ്റു പല രാജ്യങ്ങളും തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ തകർന്നു പോയിട്ടില്ല. ഇന്ത്യക്ക് 1988 വാജ്പേയിയുടെ കാലത്ത് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നല്ലോ. വലിയ ഉപരോധം, അത് കടുത്ത ഉപരോധം. അന്ന് ഇന്ത്യ ഇത്രയൊന്നും ഇല്ല, നമ്മളതിനെ അതിജീവിച്ചില്ലേ. റഷ്യക്ക് എത്രയോ കാലമായിട്ട് ഉപരോധം, എന്നിട്ട് അവരെ അതിജീവിക്കുന്നില്ല. അപ്പൊ ഉപരോധവും കാര്യങ്ങളും ഭീഷണിയും വന്നു കഴിയുമ്പോൾ അവർ വേറൊരു വഴി നോക്കും. അവരുടെ മുമ്പോട്ട് പോകുന്നതിന് അവർ വേറൊരു വഴി നോക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് അത് മനസ്സിലാക്കാതാണ് ഈ ട്രംപ് ആവശ്യമില്ലാത്ത ധൃതിയും വാശിയുമാണ് കാണിക്കുന്നത്. സാധാരണ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും താരിഫുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അത് നേരിയ രീതിയിൽ വർദ്ധിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഇത് നടത്തുകയും ഇതിൽ നിങ്ങൾ കർശനമായി ഒപ്പിടുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ ഈ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 3 വർഷമെങ്കിലും കുറഞ്ഞത് വേണം ഈ താരിഫ് യുദ്ധത്തിലൂടെ അവർക്ക് നേരിടുന്ന ഈ തകർച്ചയെ മറികടക്കാനാണ്. പക്ഷേ ഈ 3 വർഷം കഴിഞ്ഞാൽ അവർ മറികടന്നു എന്നാണത് മനസ്സിലാക്കേണ്ടത്. പിന്നെ അവർക്ക് ഈ വേറൊരു വഴി അവർ കണ്ടെത്തി കഴിയും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഓടി നടന്ന് ലോകത്തെ ചെറിയ ചെറിയ രാജ്യങ്ങളുമായിട്ടെല്ലാം നമ്മൾ കരാറുകൾ ഒപ്പുവെക്കുന്നതും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വരുന്നത്. കാരണം നമ്മുടെ ഒരു പോളിസി തന്നെ എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക, ഇല്ലാത്തവൻ ഉള്ളവന് അങ്ങനെ ഒരു രീതിയിലേക്ക്, അതായത് നമ്മുടെ ഇവിടെ ഉത്പാദനം ഏതാണോ നമുക്ക് കൂടുതലുള്ളത് അത് ഇല്ലാത്ത രാജ്യങ്ങൾക്ക് കൊടുക്കുക, അവിടെ ഏതാണോ ഉത്പാദനം, അങ്ങനെ ഒരു ട്രേഡിങ്ങിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സഹകാര്യത്തിലാണ് ഇപ്പോൾ ഈ ട്രംപ് ചെയ്യുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ഇനി വരുന്ന ദിവസങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. കാരണം 100 ദിനം എത്തുമ്പോൾ അദ്ദേഹത്തിന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഇറാൻ വാറിലൊക്കെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് എതിർപ്പുകൾ അവിടെ വരികയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമാണ് പോകുന്നത്. ഇനി അവസാനം ഇദ്ദേഹം ഇനി വട്ടുപിടിച്ചിട്ട് വല്ലയിടത്തൊക്കെ കൊണ്ട് ബോംബ് വാരി ഇടുവോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റത്തില്ല നമുക്ക്. അത് ചിലപ്പോൾ ഹൂത്തികൾ ഇപ്പൊ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കാണും കൊണ്ട് വാരി ഇടുകയോ ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒക്കെ ഇടുകയോ ചെയ്യും. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞ് നിൽക്കണ്ടേ, ഞാൻ എന്നേക്കുമായി ഹൂത്തികളെ ഇല്ലാതാക്കിയിരിക്കുന്നു, തകർത്തിരിക്കുന്നു, ഇനി അവർ പൊടി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇത്ര നാളുണ്ടായിരുന്ന മസ്കോട്ട് അടി വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ മസ്കോട്ടുള്ള ഈ ഇന്ത്യയിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ കാറും സ്റ്റാർലിങ്കും ഒക്കെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറുകൾ നമ്മൾ ഒപ്പിട്ടു, അവർ പ്രവർത്തനം തുടങ്ങാൻ പോവാണ്. അപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യം, ഇനി ട്രംപ് ഇടപെട്ടിട്ട് ഞാൻ ഇല്ലാതാക്കുമെന്ന്. പക്ഷെ അത് ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ ഉണ്ടാക്കിയ ഒരു കരാറാണ്, അതൊന്നും പെട്ടെന്ന് മാറാൻ കഴിയില്ല. കാരണം ഇവർ പിണങ്ങുകയോ ചെയ്യുന്നതനുസരിച്ച് ഒരു രാജ്യത്തിന്റെ നിലപാട് മാറ്റാൻ കഴിയില്ലല്ലോ. അത് വ്യക്തിപരമായ ഒക്കമാണ്. ഇന്നലെ എങ്ങാണ്ട് മസ്ക് പറയുന്നത് കേട്ടു, ഞാനിപ്പോ എന്റെ പാർട്ടി രൂപീകരിച്ചിരിക്കുന്ന ട്രംപിനെ സഹായിക്കാനാണെന്ന്. ട്രംപ് പറയുന്നത് അവന് ട്രംപ് പറയുന്നത് ഞാൻ അവനെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലും, അവൻ ഈ നാട്ടിൽ തന്നെ ഞാൻ ഓടിക്കും, അവൻ ഇവിടുത്തുകാരനല്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഇത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്ക കണക്ക് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ലാതെ ഇപ്പം എന്താണ് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ, ഒരു ചെറിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, ഇപ്പൊ കലാപങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെ പറയാം. പക്ഷെ കിങ് ജോൺ ഉൻ പോലും ഇങ്ങനെ കാണിക്കാറുള്ളതാണ്. അതാണ് ഏറ്റവും നമ്മൾ കാണേണ്ട ഒരു കാര്യം. അദ്ദേഹത്തെയാണ് നമ്മൾ ലോകത്തെ ഒരു വട്ടനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് കണ്ടത്. അദ്ദേഹം പോലും ഇങ്ങനെ കാണിക്കാറില്ല, ചുപ്ചാപ്പായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഈ റഷ്യയിൽ നിന്ന്, അത് പറയുന്നത് റഷ്യയിൽ നിന്ന് ഇനി ആരൊക്കെ എണ്ണം മേടിച്ചാൽ അവർക്ക് 500% താരിഫ് അടിച്ചു കൊടുക്കുമെന്ന്. സ്വാഭാവികമായി തന്നെ അങ്ങനെ ഒരു താരിഫ്, ഇപ്പൊ 10 ലക്ഷം പേരെ ഇന്ത്യയിലെ ആളുകളെ 10 ലക്ഷം പേരെ റഷ്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നത്, ജോലിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു റിലേഷൻ ബോണ്ട് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. 10 ലക്ഷം പേരിലെ ഇന്ത്യക്കാർ പോകുമ്പോൾ അത് ബോണ്ട് ചെയ്യപ്പെടുകയാണ്. അപ്പം അങ്ങനെ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ഇല്ലാതാക്കാനോ ഇല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കീഴിൽ എല്ലാവരും നിൽക്കണമെന്ന് ശാഠ്യം പിടിക്കാനോ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല. ഇപ്പോഴെന്നല്ല, അതില്ലാതായിട്ട് തന്നെ കുറെ വർഷങ്ങളായി. ആ അമേരിക്കയുടെ ഒരു മേജർ പവർ, പിന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. കാരണം അവരുടെ ഒരു സാമ്പത്തിക സഹായം ആവശ്യമുള്ള രാജ്യങ്ങളുണ്ട്, അവരുടെ ഫണ്ട് ആവശ്യമുള്ള രാജ്യങ്ങളുണ്ട്, പിന്നെ IMF പോലെയുള്ള ഇതിൽ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവരുടെ ഒരു പിന്തുണ കൂടി അതിന്റെ പല ലോണുകൾക്കും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ അവരുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഐക്യരാഷ്ട്രസഭ പോലെയുള്ളിടത്ത് അവരുടെ ഒരു വീറ്റോ പവറുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭ കാലഹരണപ്പെട്ടിട്ട് കാലമേറെയായി, അതിന്റെ റൂൾസ് ഒക്കെ പഴയത് തന്നെയാണ്, അത് മാറ്റേണ്ട കാലമേറെയായി ഇന്ത്യ എപ്പോഴും പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഒരുപക്ഷെ ഇതിന് ബദലായിക്കൊണ്ട് നാളെ ബ്രിക്സിന്റെ നേതൃത്വത്തിൽ ഈ ഒരു മേഖലയിൽ ഒരു ഐക്യരാഷ്ട്രസഭ പോലൊരു സംഘടന ഉയർന്നു വന്നേക്കാം, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ പുതിയ ലോകത്തിൽ സമരസപ്പെട്ടും സഹകരിച്ച് മുൻപോട്ട് പോകുന്നതാണ് എല്ലാവർക്കും അഭികാമ്യമായിട്ടുള്ളത്. ആരും ആരുടെയും ധാർഷ്ട്യം കേൾക്കാൻ തയ്യാറല്ല, അതിന് വഴങ്ങുകയുമില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു പുതിയ, കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ രാജ്യക്കാരെ സംബന്ധിച്ച് ഒരു വലിയ സംഭവമല്ല. കാരണം ക്വാളിറ്റി ഉള്ള സാധനം എവിടെ കിട്ടുന്നോ അവിടെ നിന്നാണ്. മുമ്പ് അമേരിക്കൻ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇത് അമേരിക്കയുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ അതിശയോ അത്ഭുതമൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനില്ല.
നമുക്ക് വേറെ ലോകത്തെ ഏത് രാജ്യങ്ങളിലെ വേണമെങ്കിൽ വിരൽത്തുമ്പിൽ നമുക്ക് ഈ സാധനം ഇവിടെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അതിനും വലിയ കാലമില്ല. യെസ്. പിന്നെ എല്ലാ രാജ്യങ്ങളും സഹകരിച്ച് പോകുന്നതിന് ചില കരാറുകൾ ആവശ്യമാണ്, അത് ഒപ്പിടേണ്ടത് അനിവാര്യമാണ്. കാരണം അങ്ങനെയാണ് ലോകത്തിന്റെ ക്രമം. ലോക വ്യാപാര കരാർ അതിനു വേണ്ടിയിട്ടാണ് അന്ന് നരസിംഹറാവുവിന്റെ കാലത്തൊക്കെ അത് ഒപ്പിട്ടതും അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്കത് നിയമപരമായി അത് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയുകയുമില്ല. നമ്മളെ അത് ബാധിക്കും, നമ്മുടെ വാഹന വ്യവസായത്തെയൊക്കെ ബാധിക്കും. കാരണം ഈ വാഹനത്തിന് ആവശ്യമുള്ള ഈ സെമി കണ്ടക്ടർ ഒക്കെ നമ്മൾ US നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റീല്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഞാനതാ പറഞ്ഞത്, ചൈന പറഞ്ഞതാണ് ശരി. ഇതിലാരും ജയിക്കാൻ പോകുന്നില്ല, ഇതിലാരും ഉം. ജയിക്കില്ല. ഈ ഈ താരിഫ് യുദ്ധത്തിൽ ഇത് ശരിക്കും ഒരു യുദ്ധമാണ്. ഇപ്പൊ പുള്ളി ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്നത് എന്താ അറിയാം ധനുഷ്, അടുത്ത ഇനി ഒരു സംഭവം ഉം. വരുന്നത്, ഇദ്ദേഹം ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഡോളറിന് ബദലായിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ രൂപ ഒരു ഒരു ട്രേഡിംഗ് ഉപാധിയായി മാറും. ഇപ്പൊ തന്നെ നമുക്ക് പല രാജ്യങ്ങളുമായിട്ടുണ്ട്. ഇപ്പൊ ഈ അതെ, ബ്രിക്സ് ഇപ്പൊ രാജ്യങ്ങൾ തന്നെ ഉണ്ട്. തീരുമാനിക്കുകയാണ് നാളെ. ഇപ്പൊ നമ്മൾ ബ്രിക്സ് തീരുമാനിക്കുകയാണ്, ബ്രിക്സിലെ രാജ്യങ്ങൾ, ബ്രസീൽ അങ്ങനെ തീരുമാനിക്കുന്നു, മറ്റു രാജ്യങ്ങൾ അങ്ങനെ തീരുമാനിക്കും. ഉം. പക്ഷെ അതിനിടയ്ക്ക് ആകെ ഒരു ചെറിയ കല്ലുകടി എന്ന് പറഞ്ഞാൽ ചൈനയാണ്. അവരുടെ നാണയം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ നിലവിൽ അതിന് സാധ്യതകളൊന്നുമില്ല. നാളെ ഇപ്പം ബ്രസീലുമായിട്ട് നമ്മൾ ട്രേഡിംഗ് നടക്കി കഴിഞ്ഞാൽ നമ്മൾ രൂപയിലായിരിക്കും. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമ്മൾ രൂപയിലായി കഴിഞ്ഞാൽ രൂപ ഒരു ചെറിയ വിനിമയ ഇതായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഒരുപാട് കാണേണ്ട കാര്യമാണ്. അപസപ്പെട്ടു പോവുക, ആ ഉള്ള ഇതിൽ നിന്ന് മാക്സിമം ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക, ഇതൊക്കെയാണ് വേണ്ടത്. ഏതായാലും 100 ദിന പരിപാടികൾ അടുത്തെത്തുമ്പോൾ എന്തൊക്കെ പോലും ഇനി കാണാൻ കിടക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.